അബ്രഹാമിൻ്റെ അനുഗ്രഹം, ദ ബ്ലെസ്സിങ്സ് ഓഫ് ഏബ്രഹാം. ഡിസംബർ മാസം അവസാനമാകുമ്പം നമ്മുടെ പ്രയർ ഗ്രൂപ്പ് ഞങ്ങൾ വിളവെടുപ്പിൻ്റെ സമയമാണ്. വി റിസീവ് ബ്ലെസ്സിങ്സ് ഫ്രം ദ ലോഡ്. ദൈവത്തിൽ നിന്ന് ഞങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം വാങ്ങിക്കുന്ന ഒരു മെസ്സേജാണ് ഞാനിപ്പോൾ അയക്കുന്നത്. ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത പല വിഷയങ്ങൾക്കും ഇന്നുകൊണ്ട് ഉത്തരം തരണം, അല്ലെ നമ്മുടെ വീട്ടിനകത്ത് അത് വന്ന് വീഴണം. എൻ്റെ മടിശീലയിൽ എനിക്ക് ആവശ്യമുള്ള പണം വന്ന് വീഴണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം, നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ അകന്നു നിൽക്കുന്ന മക്കളെ ഒന്നിച്ചാകണം. ഭാര്യ ഭർത്താക്കന്മാർക്ക് ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടിട്ട് കൊടുക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിന്നെ അവരെവിടെ പോകണമെന്നറിയാൻ വയ്യാതെ ജോലിയില്ലാതെ കഴിയുന്നവർക്ക് ജോലി കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ. നമ്മൾ ഇത്രയും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ മക്കളും കേട്ടവരുമാകയാൽ ഈ കേൾക്കുന്ന ഈ മക്കൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വീട്ടിനകത്ത് കടന്നു വരട്ടെ. അങ്ങനെ തന്നെ വചനം അയച്ചുകൊണ്ടാണ് ഈ വചനം എടുക്കുന്നത്. ഇതിനെ തടുത്തു നിൽക്കുന്ന ദുഷ്ടബാധ ഏതെങ്കിലും ഉണ്ടെങ്കിൽ യഹോവ ദൈവദൂതനെ, പ്രധാന ദൂതനെ അയച്ച് വെട്ടിമാറ്റാൻ ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ തന്നെയാണ് അയക്കുന്നത്. അതുകൊണ്ട് ഇത് അധികാരത്തോടെയാണ് അയക്കുന്നത്. കർത്താവ് അതിൻ്റെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ ദൈവദൂതന്മാരെയും യേശുവിൻ്റെ നാമത്തിൽ നിയോഗിക്കുന്നു. അങ്ങനെ തന്നെ ചെയ്തിരിക്കണം, ചെയ്തു എന്ന റിപ്പോർട്ടുമായിട്ട് കടന്നും വരണം. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മുടെ അനുഗ്രഹമായി മാറുന്നതാണ് ഇവിടെ എടുക്കുന്നത്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിലാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് 7 അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുവെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേരെ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ദൈവം വ്യക്തമായിട്ടും അബ്രഹാമിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് സാധാരണ കേൾക്കുന്ന പോലെയല്ല. നമ്മളൊക്കെ ഇപ്പോൾ ഈ വചനം കേട്ട് ഈ ഒത്തിരി വചനം പലയിടത്തുനിന്ന് കേൾക്കുന്നതിന് ആപത്തൊന്നുണ്ട്. കാരണം പലപ്പോഴും പിശാചിനറിയാം നമ്മൾ ഏത് വചനത്തിൽ ആശ്രയിച്ച് അതിന് വിപരീതമായി വേറെ ആരെങ്കിലും ഒരു അഭിപ്രായം പറയും. എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിനെ കലക്കും. അതായത് ഒരു ഫൗണ്ടേഷൻ ഇളക്കുകയാണ് അവൻ്റെ ജോലി. അതുകൊണ്ട് എൻ്റെ ഒരു അഡ്വൈസാണ്, ഇപ്പം എൻ്റെ വചനമാണ് കേൾക്കുന്നെങ്കിൽ അതേ തന്നെ ഉറച്ച് നിൽക്കുക. എന്നിട്ട് അത് പ്രാപിച്ചെടുക്കാൻ കുറച്ച് സമയം കൊടുക്കുക. അതല്ല വേറൊരാളുടെയാണ്, നിങ്ങൾ അതേൽ ഉറച്ച് നിൽക്കുക. പലയിടത്ത് അപ്പുറം ഇപ്പുറയും ചാഞ്ചാടി നടക്കുന്ന സ്വഭാവം മാറ്റി വെച്ച് ഒരു പ്രിൻസിപ്പിളിൽ ഞാനിത് കുറേ നാൾ ഇത് മാത്രം അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് റിപ്പീറ്റഡ്ലി അത് കേൾക്കണം. ഒരു ചെടിയും ഒരു ദിവസം കൊണ്ട് കിളുക്കത്തില്ല. എന്നോട് ഒരു മകളെ വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ ആൻറ്റി പറഞ്ഞു മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് എന്താ പരീക്ഷ. ഞാൻ ചോദിച്ച മോളെ, തേക്കെന്ന വൃക്ഷം 1 വർഷം കൊണ്ടുണ്ടാകും. 70 വർഷം എടുത്തിട്ടാണ് ഒരു തേക്ക് അത് കൂറ്റൻ വൃക്ഷമായിട്ട് മാറുന്നത്. നമ്മളങ്ങോട്ട് ഇച്ചിരി നേരം അയച്ചെന്നും പറഞ്ഞുകൊണ്ട് അത് നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന അല്പകാലത്തേക്കുള്ള പ്രയാസത്തിൽ ചാഞ്ചാടാതെ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുക. വേറൊരാൾ പറഞ്ഞു രോഗമാണ്, അയ്യോ എനിക്ക് രോഗം വന്നിട്ട് ഞാനിപ്പം ദൈവത്തോട് ഒത്തിരി അടുത്തിട്ട് എന്തുകൊണ്ട് രോഗം ശാസിക്കുന്ന ദൈവം വന്ന് നിൽപ്പുണ്ട്. പക്ഷെ ദൈവം ശാസിക്കുമ്പോൾ അതെൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞാനും ദൈവമായിട്ടുള്ള ബന്ധം അതായത് നമ്മളെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കാതെ ഞാനും ദൈവമായിട്ടുള്ള ബന്ധം ഏകമാകണം, ഞാനും അവനും ഒന്നാകണം. അപ്പോൾ അവൻ്റെ ആത്മാവാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് തടസ്സം ദൈവമല്ല. ബിക്കോസ് ഹി ഹാസ് ഗിവൺ യു ദ ഫ്രീ ചോയ്സ്. എനിക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അവനെ സ്വീകരിക്കണോ, അതോ ഇത്ര സ്വീകരിച്ചാൽ മതിയോ, ഇത്ര സ്വീകരിച്ചാൽ മതിയോ, അതോ ഇത്ര സ്വീകരിച്ചാൽ മതിയോ, അത് നമ്മളിലാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കുറ്റവും നമ്മുടെ കുറ്റവും പറയുന്നത് അങ്ങ് നിർത്താമോ? ആദ്യ പാപം ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞത് മാറ്റ്, പിന്നെയും ഭാവി മഹാഭാവി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നേടുന്നത് എങ്ങനെയാണ്? അതങ്ങ് മാറ്റ്. അത് മാറ്റി വെച്ച് എൻ്റെ ദൈവത്താൽ ഞാൻ ദിവസവും കഴുകിയിട്ട് അവൻ്റെ ജീവവൃക്ഷം നട്ട് കിളിപ്പിക്കുമ്പം അത് വേലികെട്ട് ശ്രദ്ധയോട് വളർത്തുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു തെങ്ങ് നട്ടാൽ ആ തെങ്ങ് ഒരു ദിവസം കൊണ്ട് കായൊന്നും ഉണ്ടാകില്ല. അത് നോക്കി പരിചരിച്ച് അതിനെന്തെങ്കിലും ആപത്തോ പ്രശ്നമോ അല്ലെങ്കിൽ രോഗമോ വരുന്ന അതിനെ പ്രതിരോധിച്ച് അതിനെ വീണ്ടും തളം കെട്ടി നിർത്തി ഒരു സമയമാകുമ്പോൾ അത് കായ്ക്കാൻ തുടങ്ങും. എന്നാലും അതിന് പരിചരണം ആവശ്യമുണ്ട്. അങ്ങനെ തന്നെയാണ് ആത്മീയ ഗോളം. അതുകൊണ്ട് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തെന്ന് പറഞ്ഞ് ഉടനെ അങ്ങ് നേടിയെന്ന് ആരും വിചാരിക്കല്ലേ. അതിനൊക്കെ സമയമുണ്ട്. പക്ഷെ ദൈവത്തിന് അറിയാം എന്താ ചെയ്യുന്നതെന്ന്, കർത്താവിൻ്റെ മുഖത്തോട്ട്. അപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിച്ചത് കൊണ്ട് എന്താ ഗുണം? ദൈവം ഒരാളെ അനുഗ്രഹിച്ച് എന്നാ ഗുണം?
എപ്പം ദൈവം ഒരു പ്രോമിസ് തരുന്നോ ആ പ്രോമിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതായത് ഞാനിപ്പം ഒരു വക്കീലെന്ന നിലയിൽ ഒരു കോൺട്രാക്റ്റ് ഞാൻ എഴുതിയിട്ട് ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഇട്ട് ഞാൻ അപ്പുറത്തോട്ട് കൊടുക്കുകയാണ്. അവരതിനെ സിഗ്നേച്ചർ ഇടുന്നില്ല എങ്കിൽ അതിന് വിലയില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ സ്പിരിച്വൽ റെലം. കർത്താവ് പ്രോമിസ് വാക്കുകൊണ്ട് പറഞ്ഞു, അവൻ്റെ വാക്കിന് തെറ്റുപറ്റത്തില്ല, അവൻ്റെ വാക്ക് മാറത്തുമില്ല. പക്ഷെ നമ്മളത് സിഗ്നേച്ചർ ചെയ്ത് എൻ്റേതെന്ന് എടുക്കുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അവിടെയാണ് എപ്പോഴെങ്കിലും പ്രോമിസസ് കിട്ടിയാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് ആദ്യം പറയണം. കർത്താവേ, അതിനൊരു എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ പുതുതായിട്ടൊരു കുട്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ പാപി മഹാഭാവി എന്നുള്ള ലെവലിൽ എത്ര നാൾ നീ വളരും? ദ പ്രിൻസിപ്പിൾ, ഞാൻ വ്യക്തികളെ ഒന്നും അല്ല കുറ്റം പറയുന്നത്, ദ ബേസിക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. അതായത് ദൈവമേ, ഞാൻ നിൻ്റെ മകളാന്ന് ഞാൻ ഇത്ര നേരം പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ കുറേ റിക്വസ്റ്റൊക്കെ ചോദിച്ചെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയുന്നത്, അയ്യോ ഞാൻ മഹാഭാവിയാകുന്ന എൻ്റെ മേൽ കരുണ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇരിക്കുന്നു എങ്കിൽ ഐ നെഗേറ്റഡ് എവറിത്തിങ് ഐ സെഡ് ഇൻ ബിഫോർ. ഞാൻ ഇത്രേ പറഞ്ഞതെല്ലാം ഞാൻ ക്യാൻസൽഡ് ഔട്ട് ചെയ്തു, ഞാൻ തന്നെ എൻ്റെ വാക്കുകൊണ്ട്. ഡു യു സീ ദ സീരിയസ്നെസ് ഓഫ് ദാറ്റ്? അത് ഈ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ. അതായത് നമ്മൾ കണക്ക് പഠിപ്പിക്കുകയാണ്, 3 2 5, 5 2 5 2 7 ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് വെച്ച് ലാസ്റ്റിൽ അവൻ പറയുന്നു, എനിക്കൊന്നും അറിയത്തില്ല, ഇതെല്ലാം തെറ്റാന്ന് പറഞ്ഞു വെച്ച് ഞാൻ മണ്ടനാന്ന് പറഞ്ഞിരുന്നാൽ അവൻ തന്നെ മണ്ടനായി. പക്ഷെ അവൻ എഴുതിയതെല്ലാം കറക്റ്റാണ്. എന്നാ ഗുണമാണ്? അതവൻ വെട്ടിക്കളഞ്ഞ് അവന് പിന്നെ മാർക്ക് കിട്ടുമോ? ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി ആർ ഡൂയിങ്. കാരണം ഞാൻ മണ്ടനാന്ന് പറഞ്ഞ് അവൻ എഴുതിയെല്ലാം പഠിച്ചു. എനിക്കറിയാവുന്ന ഒരു കൊച്ചിനുണ്ട്, അവൻ അസാധ്യ കഴിവാണ്, ഒരു ഇച്ചിരി ഓട്ടിസം ഉണ്ട്, പക്ഷേ അമ്മയപ്പനോടൊന്നും മിണ്ടൂല. പക്ഷെ അവൻ്റെ കാര്യത്തിന് അവൻ അസാധ്യ കഴിവാണ്. അവൻ പരീക്ഷ എഴുതാൻ പോകും. അപ്പുറത്തെ കൊച്ചന് ശബ്ദം ഉണ്ടാക്കിയാൽ അവൻ എഴുതിയ പേപ്പർ വലിച്ചു കയറിക്കളയും. സോ വാട്ട് ഹാപ്പൻ? നീ ചെയ്യുന്നത് നീ തന്നെ നശിപ്പിക്കുക. ആൻഡ് എക്സാക്ട്ലി ദാറ്റ്സ് വാട്ട് ഈസ് നമ്മളെല്ലാവരും അതാ ചെയ്യുന്നത്. ദൈവം ഒരു അനുഗ്രഹം തരും, നമ്മളത് വാങ്ങിച്ചെടുക്കത്തില്ല, പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരിക്കലും അതിനുവേണ്ടി വിശ്വാസത്തിൽ ഇറങ്ങുന്നില്ല. സോ ദ പ്രിൻസിപ്പിൾ ഈസ് യു നീഡ് ടു ഗെറ്റ് ഔട്ട് ഇൻ ഫെയ്ത്ത്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ തിരിക്കുമ്പം അബ്രഹാം അത് വിശ്വസിച്ചു. നിനക്കറിയാൻ വയ്യാത്ത, അതായത് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കുള്ള യാത്രയാണ് വിശ്വാസം. അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കുള്ള യാത്ര പറഞ്ഞ ആളിനെ മാത്രം വിശ്വസിച്ചിറങ്ങുകയാണ്. അതാണ് വിശ്വാസം. പറഞ്ഞ ആളിനെ. 75-ാം വയസ്സിൽ അബ്രഹാം ഇറങ്ങി. എവിടുന്ന്? ഹാരാനിൽ നിന്ന്. ഹാരാൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹം ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന്. അവിടുന്ന് യാത്ര ചെയ്തിട്ട് ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. ഇപ്പോൾ അബ്രഹാം കനാൻ ദേശത്തെത്തി. അബ്രഹാം ശേഖേമിനെ സ്ഥലം വരെയും ഏലോർ മോരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അപ്പം കനാൻ ദേശത്തെത്തിയിട്ട് ഷേഖേം എന്ന സ്ഥലത്തും വരെയും ഏലോൻ മൊരെ വരെയും. ഏലോൻ മൊരെ മീൻസ് മോറെ മീൻസ് ഇൻസ്ട്രക്ഷൻ. ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന സ്ഥലം വരെ അബ്രഹാം വന്നിപ്പം നിൽക്കുകയാണ്. അതായത് എനിക്ക് ദൈവവാഗ്ദത്തം കിട്ടി, ഞാൻ ഇറങ്ങി തിരിച്ചു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എനിക്കിനി എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. അപ്പം ഞാൻ അവിടെ ആ മോറെ എന്ന് പറയുന്ന സ്ഥലം എ പ്ലേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അടുത്ത പടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരേണ്ടിയ സ്ഥലം. അവിടെ വന്നപ്പോൾ അബ്രഹാം അവിടെ നിന്നു. ജീവിതത്തിൽ പ്രോമിസസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മോറെ, ഒരു പ്ലേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ദൈവത്തിൽ നിന്ന് ആ പ്രോമിസസ് എനിക്ക് തന്നത് അല്ലെ നിങ്ങൾക്ക് കിട്ടിയത് പ്രാപിച്ചെടുക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവം നമ്മളോട് ഇൻസ്ട്രക്റ്റ് ചെയ്യലെ പഠിപ്പിക്കും. അതുവരെ അവിടെ വെയിറ്റ് ചെയ്യണം, എടുത്ത് ചാടല്. ജോഷുവയുടെ എക്സാമ്പിൾ അത് കാണാം. ജോഷുവ ജെറീക്കോ പട്ടണത്തിന് മുമ്പിൽ വന്നിട്ട് ഈ വലിയ മതിൽ പോലെ നിൽക്കുന്ന, മല പോലെ നിൽക്കുന്ന ഈ ഭിത്തി എങ്ങനെ ഇടിഞ്ഞു വീഴും, എങ്ങനെ ശത്രുവിനെ തോൽപ്പിക്കും? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ജോഷുവ അവിടെ തന്നെ നിന്നു. പക്ഷെ ജോഷുവ നിന്നതിനാൽ വെയിറ്റ് ചെയ്യണം, ഇൻസ്ട്രക്ഷൻ കിട്ടും. മോറെ മീൻസ് ഇൻസ്ട്രക്ഷൻ കിട്ടണം. അടുത്ത പടിക്കുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടുന്നിടം വരെ അവിടെ ഇരിക്കണം നീ. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവദൂതൻ വന്നു.
ജോഷുവ ഓടിച്ചെന്ന് സാഷ്ടാംഗം വണങ്ങുന്നു. ജോഷുവയോട് ദൈവദൂതൻ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതുപോലെ അവർ 6 ദിവസം ചുറ്റി നടന്ന് 7-ാം ദിവസം കാഹളമൂതി ജെറിഹോ മതിലെ ഇടിഞ്ഞു വീണു. അവരെ ശത്രുവിനെ തോൽപ്പിച്ചു, ജയമെടുത്തു. ഇതാണ് വാഗ്ദത്തത്തിൻ്റെ ഒരു ഭാഗം. നമുക്കെല്ലാവർക്കും വാഗ്ദത്തങ്ങൾ ഇഷ്ടം പോലെ വേദപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ഞാനും എപ്പോഴും പറയും, എനിക്ക് എന്തുമാത്രം വാഗ്ദത്തങ്ങളാണ് ദൈവം തന്നു. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും, ചിലപ്പോൾ ഞാൻ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ചില പള്ളികളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ നമ്മുടെ മേൽ പ്രോഫറ്റിക്കലി ഇങ്ങനെ 10 മിനിറ്റൊക്കെയാണ് നമ്മുടെ തലയെ കൈവച്ച് പ്രോഫസി ചെയ്യുന്നത്. ഞാൻ പറയും, അവിടെയുള്ള പള്ളിക്കാർ ചോദിക്കും, ഇവരോട് ഇത്ര സ്നേഹം എന്താ ദൈവത്തിനെന്ന്. പക്ഷേ ആ പ്രോഫസി കിട്ടിയെന്നും പറഞ്ഞ് ലഭിക്കണമെങ്കിൽ അതുപോലെ പ്രാർത്ഥിക്കണം, അല്ലെ ദൈവത്തിന് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് അനുസരിക്കണം, അല്ലാതെ വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഫസി കിട്ടുന്നത് നമ്മുടേതാണെന്ന് സ്വീകരിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സ്വീകരിച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് സ്വീകരിച്ചതിൻ്റെ അർത്ഥമാണ് യാഗപീഠം പണിയുന്നത്. അപ്പം ബ്ലെസ്സിങ്സും യാഗപീഠവും തമ്മിൽ കണക്ഷനുണ്ട്. സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്ട്രക്ഷൻ കിട്ടണം. അത് കഴിയുമ്പോൾ പിന്നെ യാത്ര കനാൻ ദേശത്ത് വന്നെങ്കിലും വി നീഡ് ടു പൊസസ് ഇറ്റ്, നമ്മുടേതാക്കാൻ വേണ്ടി. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, അവിടെ വെച്ചാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴാണ് തൻ്റെ മക്കൾക്ക് ഇത് അവകാശമായിട്ട് കൊടുക്കുന്നതെന്ന് ദൈവം പറയുന്നുണ്ട്. അതുപോലെ ഈ വചനം കേൾക്കുന്ന അനേക മക്കൾക്ക്, എൻ്റെ വചനം പരിശുദ്ധാത്മാവിൽ കേൾക്കുന്നവർക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ തിരിച്ചു കടന്നു വരട്ടെ. അതിനുവേണ്ടി ഇൻസ്ട്രക്ഷൻ ദൈവം തരും. വെയിറ്റ് ചെയ്തത് പ്രാപിച്ചെടുക്കുക. നാഥ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം വലിയ അനുഗ്രഹങ്ങളാണ്. അതേ അനുഗ്രഹങ്ങൾ മതി ഞങ്ങൾക്ക് കർത്താവേ. ആ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നീ ഞങ്ങളോട് പറഞ്ഞു എങ്കിൽ അത് സ്വീകരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങളൊരു യാഗപീഠം പണിയുന്നു. അബ്രഹാം പണിതതുപോലെ ഞങ്ങൾ ഒരു യാഗപീഠം അങ്ങ് പണിയുക. പക്ഷേ യാഗപീഠം പണിതിട്ട് അത് ഞങ്ങൾ സ്വീകരിച്ചു എന്ന് കാണിക്കുന്നു. പണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം പറയുന്നത് മനസ്സിലാക്കാനും യാഗപീഠം മൂലമാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഞങ്ങൾ ഒപ്പിട്ടാലും മതി, സിഗ്നേച്ചർ ഇടുക, ഞങ്ങളുടെ സിഗ്നേച്ചർ, ഇത് ഞാനും നീയുമായിട്ടുള്ള നിബന്ധന. അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ദൈവം പറയുന്നത് അനുസരിക്കുക. കുറച്ചനുസരിച്ച് കഴിഞ്ഞ് ബാക്കിയാകുമ്പോൾ അത് വെയിറ്റ് ചെയ്യണം. ആ പ്ലേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ മോറയിൽ വന്ന് അവിടെ നിൽക്കുക. ഇനി അപ്പച്ചൻ്റെ ഇൻസ്ട്രക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പച്ചൻ പറയുന്നതനുസരിച്ച് ചെയ്തെടുക്കാനും, പറയുന്നത് അനുസരിച്ചാൽ ഉത്തരം കിട്ടുമെന്നും, യുദ്ധമുണ്ടെങ്കിൽ ജയം നിശ്ചയമെന്നും മനസ്സിലാക്കിച്ച് തലമുറയ്ക്കുള്ള ഐശ്വര്യം വാങ്ങിച്ചെടുക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് സ്തോത്രം. ഈ വർഷമാകുമ്പോഴത്തേക്ക് സകലവിധ അനുഗ്രഹങ്ങളും ഒന്നുകൂടി ഒന്നിച്ച് കർത്താവേ വലിയ സ്വർഗവാതിൽ തുറന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ വയലുകളിൽ, ഞങ്ങളുടെ കൊച്ചുമക്കളിൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ, ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ എല്ലാം വന്ന് വീഴട്ടെ അപ്പച്ച. ദുഷ്ടൻ തൊടാൻ അനുവദിക്കത്തില്ല. തോട്ടത്തിന് വേലി കെട്ടിയിരിക്കുന്നവൻ നീയാ. അബ്രഹാമിന് തോട്ടത്തിൻ്റെ വേലി കെട്ടിക്കൊടുത്തതുപോലെ അബ്രഹാമിന് എവിടെയെല്ലാം സൂക്ഷിച്ച ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.